ഇന്ന് നമ്മൾ വാട്ടർമെലൺ വെച്ചിട്ട് ഒരു സാലഡാണ് തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് സമ്മർ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിളാണ് വാട്ടർമെലൺ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്, സാലഡ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ വെറുതെ കഴിക്കാറുമുണ്ട്. അപ്പോൾ ഈ ചൂടുകാലത്ത് വാട്ടർമെലൺ കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ഷീണമൊക്കെ മാറുന്നത് കാണാം. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി വെച്ചിട്ടാണ് സാലഡ് തയ്യാറാക്കുന്നത്. അതിനെന്താ വാട്ടർമെലൻ്റെ ബാക്കിലുള്ള വെള്ള പാർട്ട് വരെ കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ വാട്ടർമെലനൊക്കെ ചെറിയ ക്യൂബ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുക്കുംബർ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മിന്റ് ലീവ്സ് ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് ഒന്ന് തയ്യാറാക്കാം. ആദ്യം ചേർക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ ഇതിലേക്ക് അല്പം സോൾട്ട് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. അല്പം ഒറിഗാനോയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ലെമൺ ജ്യൂസ് ആണ്. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ലെമൺ ജ്യൂസ് കൂടി ചേർക്കുന്നുണ്ട്. ടീസ്പൂൺ ഹണിയും കൂടി ചേർക്കാം. അതിനുശേഷം നമ്മുടെ സാലഡ് ഡ്രസ്സിങ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സാലഡ് ഡ്രസ്സിംഗ് ഒക്കെ റെഡിയാക്കിയ ശേഷം കഴിക്കുന്ന സമയത്താണ് വെജിറ്റബിൾസ് ആയിട്ട് മിക്സ് ചെയ്യേണ്ടത്. സാലഡ് ഡ്രസ്സിംഗ് ഒക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാട്ടർമെലൺ ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബറാണ്. പിന്നെ നമുക്കിതിലേക്ക് മിന്റ് ലീവ്സ് ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫീറ്റ ചീസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനത്തെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു സമ്മർ സ്പെഷ്യൽ വാട്ടർമെലൺ സാലഡാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.